ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ജനാധിപത്യത്തിൽ ചർച്ച ചെയ്ത് പോകണം. എത്ര പേർ ഈ വീഡിയോ കാണുന്നു, എത്ര പേർ റീച്ച് കാണിക്കുന്നു, എത്ര പേർ ഇത് ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതൊന്നുമല്ല. പക്ഷെ പറയാനുള്ള നമ്മളുടെ ഒരു അവകാശമുണ്ടല്ലോ, ചൂണ്ടിക്കാണിക്കാനുള്ള നമ്മളുടെ ഒരു പ്രതിഷേധിക്കാനും പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് പ്രയോജനപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പരമാവധി നിങ്ങൾ അയക്കേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലെ 2 സ്ഥലങ്ങളിൽ കിറ്റ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ. പാലക്കാട് ജില്ലയിൽ ഇന്നലെ ശോഭാ സുരേന്ദ്രൻ 10 തെരഞ്ഞെടുപ്പിന് മത്സരിച്ചവരാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കേരളത്തിൽ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ശോഭാ സുരേന്ദ്രൻ, എതിരാളികളുടെ പോലും, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മാധ്യമമുള്ള എതിരാളികളുടെ പോലും ആദരവ് നന്നായി പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ഇന്നലെ അവരെ നിർത്തി ഉരിക്കുന്ന, തൊലി ഉരിക്കുന്ന രീതിയിലായിരുന്നു ചാനലുകളും മാധ്യമങ്ങളും എല്ലാം വാർത്തകൾ കൊടുത്തത്. അവർ അത് നിഷേധിക്കുന്നുമുണ്ടായിരുന്നു. അവർ അത് നിഷേധിക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകർ എവിടെ? ഇനി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് അതല്ല, അവർ ചെയ്തത് ശരിയാണെങ്കിൽ അവർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചോദ്യമാണ്. പണം കൊടുക്കാൻ പാടില്ലല്ലോ തെരഞ്ഞെടുപ്പിന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് DCC ഇൻചാർജുള്ള, പ്രസിഡന്റിന്റെ ഇൻചാർജുള്ള കോൺഗ്രസിന്റെ ശക്തനായ നേതാവ്, നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, ഇപ്പോൾ നെയ്യാറ്റിക്കരയിൽ മത്സരിക്കുന്ന N ശക്തൻ, അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. എത്ര ഗതികെട്ട സംവിധാനമാണ്! അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കാർക്കോ കോൺഗ്രസിൽ പെട്ട തന്നെ ഏതെങ്കിലും സുഹൃത്തിനയച്ച വോയിസ് ആയിരിക്കുമല്ലോ, ആ വോയിസ് എടുത്ത് പുറത്തിട്ടത്. എന്ത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇവിടെ! രാജ്യത്തിന് താല്പര്യത്തിനെതിരായി, അതീതമായി, സമൂഹത്തിന്റെ താല്പര്യത്തിനതീതമായി, ബന്ധങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവികൾക്കെതിരായി, താല്പര്യങ്ങൾക്കെതിരായി, അല്ലെങ്കിൽ അതിനതീതമായി വോയിസുകൾ പുറത്തുവിടുക, വോയിസുകൾ പറയുക, ആ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്തിട്ട് അത് സൂക്ഷിച്ചു വയ്ക്കുക. എപ്പോഴെങ്കിലും പറഞ്ഞതായിരിക്കും. പാലോട് രവി എന്നോ പറഞ്ഞൊരു കാര്യത്തിന്റെ പേരിലാണ് പാലോട് രവിക്ക് അദ്ദേഹത്തിന്റെ DCC പ്രസിഡന്റ് സ്ഥാനം പോയത്. എന്നോ അദ്ദേഹത്തിന്റെ, അതും രസകരം എന്ന് പറഞ്ഞാൽ പാലോട് രവിയുടെ സംഭാഷണം, ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള സംഭാഷണം ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് പ്രസിഡന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. എടാ, നീയൊക്കെ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് കിട്ടൂലടാ, കുറെ വോട്ട് BJP കൊണ്ടുപോകും, BJP വളരുകയാണ്, കോൺഗ്രസ് തളരുകയാണ്, CPM വളരുകയാണെന്നൊക്കെ പറയുന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ഓഡിയോ പറഞ്ഞിട്ടും അത് റെക്കോർഡ് ചെയ്ത് വേറൊരു സുഹൃത്തിന് അയച്ചു കൊടുത്ത് അത് കൃത്യസമയത്ത് പുറത്തുവിട്ട് ഇവിടുത്തെ ചാനലുകളെല്ലാം വരുത്തി DCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പാലോട് രവി മാറി. അതും അദ്ദേഹത്തിന് പ്രാവശ്യം സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ ഒരു ഘടകമായിരുന്നു. ഇങ്ങനെയുള്ള ഒറ്റുകാരുടെ രാഷ്ട്രീയമായി മാറി. കൂടെ കിടക്കുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നവരുടെ സിനിമാ സ്റ്റൈലിലുള്ള, നാടക സ്റ്റൈലിലുള്ള, സിനിമാ സ്റ്റൈലിലുള്ള ഒരു രാഷ്ട്രീയ രംഗമായി കേരള രാഷ്ട്രീയം അധപ്പതിച്ചു. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. കൃത്യമായി തലയെണ്ണി ജാതി നോക്കുന്ന, തലയെണ്ണി മതം നോക്കുന്ന, തലയെണ്ണി പണം കൊടുക്കുന്നവരുടെ പിറകെ, പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പിറകെ പോകുന്ന ശോഭാ സുരേന്ദ്രൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവർ നിരപരാധിയാണെന്നും അവരെ പിറകെ പോയി ഷൂട്ട് ചെയ്തതാണെന്നും അതെല്ലാം മാനിപ്പുലേറ്റഡ് വീഡിയോ ആണെന്നും പല സ്ഥലത്ത് വെച്ച് കണ്ട കാര്യങ്ങളെ ഒന്നിച്ചെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിലാണ് മോശമാക്കിയിരിക്കുന്നത്. അതുപോലെ ആ വീട്ടിൽ പോയ സ്ത്രീ BJP-കാരി അല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവർ ഒരുപാട് നേതാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നു. എന്താണ് ഇത് ചെയ്യുന്നത്? പണം കൊടുക്കാനും അറിഞ്ഞൂടാ. പണം കൊടുക്കണമെങ്കിൽ പണം കൊടുക്കാനും അറിഞ്ഞൂടാ. ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഞാൻ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് കമ്മിറ്റിയുടെയും വാർഡ് കമ്മിറ്റിയുടെയൊക്കെ ചുമതലയുണ്ടായിരുന്നു. കൃത്യമായി അന്നും പല പാർട്ടികളും പൈസ കൊടുക്കും. നമ്മൾ എന്തെല്ലാം ബഹളം കാണിച്ചാലും അവർ പൈസ കൊടുത്തിരിക്കും. പൈസ കൊടുക്കേണ്ടവർ പണം കൊടുത്തിരിക്കും. എത്ര രാത്രി പിടിക്കാൻ പോയാലും പണം കൊടുത്തിരിക്കും. ചില ആളുകൾക്ക് മദ്യം വാങ്ങിച്ച് വീട്ടിലെത്തിച്ചിരിക്കും. മദ്യം വാങ്ങിച്ച് എത്തിക്കുന്നത് പാതിരാത്രിയൊക്കെയാണ് എത്തിക്കുന്നത്. അപ്പോൾ പാതിരാത്രിയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെളുപ്പാങ്കാലത്തൊക്കെ ആയിരിക്കും അടിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് അടിച്ചു കഴിഞ്ഞാൽ വല്ല തെങ്ങിൻ്റെ മൂട്ടിൽ കിടക്കും, വോട്ട് ചെയ്യാൻ പോവില്ല. അങ്ങനെ നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂല എന്ന് വിചാരിക്കുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് പണം എത്തിക്കേണ്ടവർക്ക് പണവും, മദ്യം എത്തിക്കേണ്ടവർക്ക് മദ്യവും, ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അല്ല സർവ്വതന്ത്ര സ്വതന്ത്ര ജനാധിപത്യ സുന്ദര അമ്മ മനസ്സൊന്നും അല്ല കേരളത്തിൽ. അത് കൃത്യമായി നടക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചെയ്യുന്നു. അവരെ ഒറ്റുകൊടുക്കാൻ കൂടെയുള്ളവർ പോകുന്നു. വോയിസ് ക്ലിപ്പുകൾ റെക്കോർഡ് ചെയ്യുന്നു. അത് കൃത്യമായി പുറത്തുവിടുന്നു. അധമ രാഷ്ട്രീയത്തിൻ്റെ, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ, വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ,
മുരളിയേട്ടനെ ജയിക്കാനും മുരളിയേട്ടന് നേതാവാകാൻ രാജീവേട്ടനെ തോൽപ്പിക്കണം. ശ്രീലേഖ ചേച്ചി വലിയ നേതാവായി വരാതിരിക്കാൻ ഈ ചേച്ചി തോൽപ്പിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനെയും ചേച്ചിയെയും ഒക്കെ ഗ്രൂപ്പ് കളിച്ചും തോൽപ്പിച്ചും, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തകനാണ്, നേതാവാണെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത ആളാണ്, എൻ്റെ ഗ്രൂപ്പിൽപ്പെടാത്ത ആളാണ് എൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കില്ല, ഞാൻ എനിക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ഉള്ളിടത്ത് പോയി പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം മാറി, തത്വാധിഷ്ഠിത രാഷ്ട്രീയം മാറി, ആദർശാധിഷ്ഠിത രാഷ്ട്രീയം മാറി, ഒരുതരം വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്കും വ്യക്തി അധിക്ഷേപ രാഷ്ട്രീയത്തിലേക്കും പണം കൊടുക്കുന്ന രാഷ്ട്രീയത്തിലേക്കും കിറ്റ് കൊടുക്കുന്ന രാഷ്ട്രീയത്തിലേക്കും ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ വളരെ പൊള്ളയായ അശ്ലീലങ്ങളുടെയും ഒരു തിരഞ്ഞെടുപ്പായി ഇത് മാറുന്നത് കാണുമ്പോൾ ജനാധിപത്യമേ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ആരോടാണിത് പറയുക? ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി, അതിൻ്റെ ഉപജാതി, ഓരോ സഭകളും തീരുമാനമെടുക്കുന്നു, പള്ളികൾ തീരുമാനമെടുക്കുന്നു. ഇന്നലെ ഒരു മൗലവിയുടെ പ്രസ്താവന ചാനലുകളിലെല്ലാം കറങ്ങുന്നുണ്ട്. മൗലവി സോഷ്യൽ മീഡിയയിൽ മൗലവി പറയുന്നു, മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് വലിയ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നിന്ന് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം. പറയുന്നത് മൗലവിയാണ്. ഇതെല്ലാം ജനാധിപത്യത്തിൽ സംഭവിക്കുകയാണ്. ഈ ജനാധിപത്യത്തിൽ വോട്ടെന്ന് പറയുന്ന സംവിധാനത്തിൽ ഒളിച്ചു കടത്തിയും നേരെ കടത്തിയും പല രൂപത്തിൽ സ്വതന്ത്രരെന്ന് പറഞ്ഞ് സ്വതന്ത്ര ചിന്താഗതിക്കാരെന്ന് പറഞ്ഞ് വന്ന് നിന്നും കുറച്ച് പേര് ബഹളമുണ്ടാക്കുന്നു. അങ്ങനെ നിരന്തരം ഒരാളിന് തുടർച്ചയായ ഒരു സംവിധാനങ്ങൾക്കോ ഒരാളിനോ ആർക്കായാലും വോട്ട് ചെയ്യുന്നിടത്തല്ല ജനാധിപത്യം നിൽക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും പണത്തിനും അധികാരത്തിനും ഈ പറയുന്ന ഗൂണ്ടായുസത്തിനും ഒക്കെ എതിരെ വോട്ട് ചെയ്യുന്ന, നിരന്തരം നൈരന്തര്യം മാറിക്കൊണ്ടിരിക്കുന്ന, അത് ജൈവാവസ്ഥയിലെത്തി നിൽക്കുന്ന ഒന്നാണ് ജനാധിപത്യം. അത് പ്രയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കേരള ജനത ചോദിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അതിനൊരു സ്പേസ് ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചോദിക്കുന്നവർക്കും ഇവിടെ സ്പേസ് ഇല്ല. അങ്ങനെ മൂല്യാധിഷ്ഠിതമായ, ആദർശാധിഷ്ഠിതമായ, ആശയാധിഷ്ഠിതമായ, തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് ആർക്കുമില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ പരിതാപകരമായ കാര്യം. ജനാധിപത്യമേ കേഴുക എന്ന് മാത്രം.